2 മിനിറ്റ്. അടുത്തതൊരു പക്ഷേ നടക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണെങ്കിലോ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും കേട്ടിട്ട് ഞെട്ടാത്തവരായിട്ട് ആരാളുള്ളത്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത് വരെ നമുക്കൊക്കെ ഇത് വെറും വാർത്തകൾ മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കാരണം എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ കുട്ടികൾ സ്വഭാവം, പെരുമാറ്റം, ശീലങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത്, സഹജീവികളോടുള്ള സ്നേഹം, അനുകമ്പ, ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അവർ പഠിക്കുന്നത് അവരുടെ പരിസരങ്ങളിൽ നിന്നാണ്, വീടിൽ നിന്ന്, നാട്ടിൽ നിന്ന്. അതിനേക്കാൾ അപ്പുറത്തേക്ക് പഠിക്കേണ്ടത് അവരേറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമാണ്. എന്നാൽ ഫിസിക്സും മാത്സും ഹിസ്റ്ററിയും പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ മനുഷ്യനാവാൻ വേണ്ടിയിട്ട്, ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് സ്കൂളുകളിലൊക്കെ മാറ്റി വെക്കാറുള്ളത്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേരുമ്പോൾ വെള്ളമാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ആ വെള്ളം ദാഹിക്കുന്നവന് കൊടുക്കാനുള്ളതാണെന്നും, രക്തത്തിലെ ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുമ്പോൾ ആ രക്തം മറ്റൊരു മനുഷ്യൻ്റെ രക്തം ചിന്തരുതെന്ന് പഠിപ്പിക്കാത്തോടത്തോളം ആ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ജെൻഡർ പൊളിറ്റിക്സും സ്വതന്ത്ര ചിന്തയും മറ്റെന്തിനേക്കാളും പ്രയോറിറ്റി കൊടുത്ത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ തലയിലേക്ക് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ ധാർമ്മിക വിദ്യാഭ്യാസവും മൂല്യവിദ്യാഭ്യാസവും ഒന്നും ബന്ധപ്പെട്ട അധികാരികളുടെ അജണ്ടയിൽ പോലും ഇല്ലാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണിതെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളൊരു ടേം കേട്ട് പറഞ്ഞ് മൈ ലൈഫ്, മൈ റൂൾ, മൈ ബോഡി, മൈ റൈറ്റ് എന്നുള്ളൊരു ചിന്തയിലേക്കും മറ്റുള്ളവരെ ഞാൻ കൺസിഡർ ചെയ്യേണ്ടില്ല, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, എന്നാൽ അവകാശങ്ങളെക്കുറിച്ചുള്ള എല്ലാ ബോധവും ഉണ്ട്. നമ്മുടെ പുതിയ കാലത്തെ മക്കൾക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു സ്ട്രെസ്സ് വരുമ്പോൾ, തോൽവി വരുമ്പോൾ ഫേസ് ചെയ്യാൻ അറിയാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ 3 വിദ്യാർത്ഥികൾ വീതം ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര ഞെട്ടിക്കുന്നതാണ്. പഴകിയ തിയറികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇങ്ങനെ കാണാതാക്കി പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതം പഠിപ്പിക്കാൻ, മനുഷ്യനാവാൻ പഠിപ്പിക്കാതെ, മറ്റുള്ള മനുഷ്യനോട് എങ്ങനെ ഇടപെടണം, പെരുമാറണം എന്ന് പഠിപ്പിക്കാതെ, ജീവിതത്തിലെ റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് പഠിപ്പിക്കാതെ വിദ്യാഭ്യാസം എങ്ങനെയാണ് പൂർത്തിയാവുക? മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമാണ്.